ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ? എന്നാ പോരി. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത മാമ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്നാണ്ട് കളഞ്ഞെടുക്കുക. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കറിവേപ്പില, പച്ചമുളക്, എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഞാനൊരു പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് മുളക് പൊടി, പാകത്തിന് ഉപ്പ്. ഇനി ഇത് 1.5 ഗ്ലാസ്സിൽ വെള്ളത്തിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിനനുസരിച്ച് നമുക്ക് 2 ഗ്ലാസ് 3 ഗ്ലാസ്സൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അത് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ഒന്നങ്ങണ്ട് വേവിച്ചെടുക്കുക. ഇനി ഇത് വെന്ത് അവിടെ കിടന്ന് വേവട്ടെ. ഇനി ഇതിന് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, അരക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നാണ് ചിരകിയെടുക്കണം. ഇനി ഇത് നമ്മളെ മാങ്ങ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം മധുരം നോക്കുക. നമുക്ക് മധുരം കുറവാണ് തോന്നിയാൽ ഞാനിതൊരു 3/4 സ്പൂണ് മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തേങ്ങ ഒരു 1/2 മുറി തേങ്ങ ചിരകിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 4 ചെറിയ ഉള്ളിയും ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ല ഒന്ന് അരച്ചെടുക്കണം. ഞാനിതാ ഒരു മിക്സിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അരക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് അരച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട. നിങ്ങൾക്ക് കറി പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിതാ ലേശം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ചെറിയ വെളുത്തുള്ളി ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാനിത് 4 ചെറിയ അല്ലി വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്നും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നമ്മൾ അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് നല്ല വെള്ളം ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. നല്ല വെള്ളം വേണ്ടവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഒന്നങ്ങോട്ട് തിളക്കട്ടെ കേട്ടോ. നമുക്കിനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാണ്ട്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ തിളപ്പിക്കരുത് കേട്ടോ. അപ്പോൾ പിരിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഈ നല്ല തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഈ തിളക്കം മാറിയ ശേഷം തൈര് ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നാലും തൈര് പിരിഞ്ഞ് വരില്ല. അതിനനുസരിച്ച് നമുക്ക് ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിതാ ഒന്ന് വെട്ടി തിളച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ആ തിളയിൽ തന്നെ നമ്മൾ തൈര് വേവും. അപ്പം ഇനി പ്രത്യേക തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ഇതിൽ തന്നെ ശരിയാവും കേട്ടോ. പിന്നെ ചട്ടി ചൂടുണ്ടായതുകൊണ്ട് ചട്ടി ഇരുന്ന് ഒന്നും കൂടി വറ്റും. അപ്പോൾ പിന്നെ നമ്മൾ നല്ല കുറുന്നനായിട്ടുണ്ടാവും കേട്ടോ. ഇതേ സമയം നമുക്ക് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് തൂമിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകൊക്കെ നല്ല പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതൊരു 3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിലവർ ഇതിന് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അത് വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല തൂമിച്ച് വന്നിട്ട് ഇനി നമുക്ക് ഇത് നമ്മളെ മാമ്പഴ പുളിശ്ശേരി കണ്ട് ഒഴിച്ചു കൊടുക്കുക. മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇവിടുന്ന് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്.